മറവി സാധാരണമാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. അത് ആർക്കും എപ്പോഴും സംഭവിക്കാം. എന്നാൽ എല്ലാ മാസങ്ങളിലും അത് CBE നടത്തുന്ന ദിവസം തന്നെ ഈ മറവി ആവർത്തിച്ച് വരുന്ന ടീച്ചേഴ്സിനോടാണ് ഇന്നത്തെ വർത്തമാനം. നമുക്കറിയാം, എല്ലാ മാസങ്ങളിലും 2 CBE ആണ് നമ്മൾ പോർഷൻ ട്രാക്കറിലൂടെ രേഖപ്പെടുത്താറുള്ളത്. അത് രേഖപ്പെടുത്തുന്ന വിഷയം നമ്മൾ നിങ്ങളെ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നുമുണ്ട്. CBE നടത്തിയിട്ടും അത് പോർഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ മറന്നു പോയാൽ അടുത്ത മാസം തനത് മാസത്തെ CBE രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ലോക്കാവും. എന്നാൽ ഇന്ന് നടന്ന CBE നാളത്തെ തീയതിയിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്ക് ചെയ്തത് അടുത്ത ദിവസം ലോഗൗട്ട് ലോഗിൻ ചെയ്ത് ഉറപ്പാക്കുകയും വേണം. മുൻകൂട്ടി തന്ന വിഷയം അല്ലെങ്കിൽ തീയതിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി രേഖപ്പെടുത്തിയാൽ അത് തിരുത്താൻ 24 മണിക്കൂർ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാലും ലോക്കാവും. അപ്പോൾ ഇത്തരത്തിൽ CBE ചെയ്യുന്ന സമയം ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്ക് മാസാവസാനങ്ങളിലെ അവസാനത്തെ ഡേറ്റിനാണ് രണ്ടാമത്തെ CBE നമ്മൾ നടത്തിയത് എന്ന് കരുതുക. ആ സമയം ടീച്ചർ ഇതുപോലെ മറവി കാരണം രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾക്ക് CBE മാർക്ക് ചെയ്യാൻ കഴിയില്ല, വീണ്ടും ലോക്കാവും. കാരണം അത് അടുത്ത മാസത്തിലേക്ക് കടന്നു. ഒരു CBEയുടെ പേജ് ഓപ്പണായി വരുന്നത് മാസങ്ങളിലെ 2 CBE മാത്രം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മാസാവസാനം വരെ കാത്തിരുന്ന് അല്ലെങ്കിൽ മറവി മാറി ഓർമ്മ വരുന്ന സമയത്ത് നമ്മൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളത് അനുഭവപ്പെട്ടിട്ടുള്ളതുമായിരിക്കും. CBEയുടെ കാര്യത്തിൽ ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് CBEയുടെ ഫണ്ട് അനുവദിക്കുന്നതിന് പോർഷൻ ട്രാക്കറിൽ എന്താണോ ഡാറ്റ റിഫ്ലക്റ്റായി വരുന്നത് അത് പ്രകാരം മാത്രമേ നമുക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടുകയുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ അംഗനവാടി തലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നിർദ്ദേശപ്രകാരം ഏത് വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണോ നിങ്ങൾ CBE നടത്തുന്നത്, അതിൽ ആരെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്ത് ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചിട്ടുള്ളത്, ആ പരിപാടികൾ അത്രയും തന്നെ ഭംഗിയായി പൂർത്തീകരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ റിപ്പോർട്ടുകൾ കൃത്യമായി ഫോട്ടോ സഹിതം വൗച്ചർ ഉൾപ്പെടെ നിങ്ങളെ ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണമെങ്കിൽ പോർഷൻ ട്രാക്കറിലെ എൻട്രികൾ കൃത്യമായി കൃത്യ ഡേറ്റിൽ പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. വരുംകാലങ്ങളിൽ ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന സംവിധാനമാണ് പോർഷൻ ട്രാക്കറിനകത്തുള്ളത്. അതുകൊണ്ട് നിസ്സാരമായി നമ്മൾ ഈ പോർഷൻ ട്രാക്കറിലെ എൻട്രികളെ തള്ളിക്കളയരുത്. അറിയാത്ത കുറേയധികം കാര്യങ്ങൾ നമ്മളെ പോർഷൻ ട്രാക്കറിനകത്തുണ്ട്. അതെല്ലാം നമ്മൾ അറിയാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ CBE ഒരു മാസത്തിൽ 2 എണ്ണമാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ആ 2 എണ്ണത്തിൻ്റെയും വിഷയങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും. ആ ഒരു മാസക്കാലയളവിൽ ഒരു CBE ആദ്യത്തെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസക്കാലയളവിൽ ആദ്യത്തെ CBE കഴിഞ്ഞു, അത് നിങ്ങൾ രേഖപ്പെടുത്തിയെന്ന് കരുതുക. പോർഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തിയ എൻട്രി അവിടെ സബ്മിറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും പല ടീച്ചർമാരും പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ കഴിയുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ലോഗൗട്ട് ലോഗിൻ ചെയ്യണം. ഒരു തവണ CBE രേഖപ്പെടുത്തി കഴിഞ്ഞു, അതിനുശേഷം നാളെ നിങ്ങൾ അംഗൻവാടിയിൽ തുറക്കുന്ന സമയത്ത് CBE രേഖപ്പെടുത്തിയത് അവിടെ കാണുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അത്തരത്തിൽ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് വീണ്ടും ഉറപ്പാക്കുക. അവിടെ CBE വന്നിട്ടില്ല എന്ന് ബോധ്യമായതിന് ശേഷം മാത്രം നിങ്ങൾ ഉടനെ തന്നെ ബാക്ക് ഡേറ്റ് ഇട്ട് നിങ്ങൾക്ക് ആ CBE അവിടെ കഴിഞ്ഞ ഡേറ്റിൽ രേഖപ്പെടുത്താം. എന്നാൽ ലോഗൗട്ട് ലോഗിൻ ചെയ്യാതെ ദിവസങ്ങളോളം ടീച്ചർ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത CBE ചിലപ്പോൾ അവിടെ മാർക്ക് ചെയ്തതായിട്ട് കാണാതെ വരും. കാരണം അവിടെ ലോഗൗട്ട് ലോഗിൻ നടക്കുന്നില്ല.
അപ്പോൾ ടീച്ചറുടെ തെറ്റിദ്ധാരണയിൽ വീണ്ടും ഒരു CB കൂടെ അതിലേക്ക് എൻ്റർ ചെയ്ത് പോകും. ബാക്ക് ഡേറ്റ് ഇട്ട് തന്നെ ചിലപ്പോൾ പോവും, അല്ലെങ്കിൽ അടുത്ത ഡേറ്റ് ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ആ മാസത്തെ CBയുടെ കോട്ട അവിടെ തീർന്നു, അവിടെ ലോക്കായി. യഥാർത്ഥത്തിൽ മാസാവസാനം നമ്മൾക്കൊരു CBയും കൂടി ഉണ്ട്, രണ്ടാമത്. അത് രേഖപ്പെടുത്താൻ ടീച്ചർക്ക് അവിടെ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഓൾറെഡി 2 CB അവിടെ രേഖപ്പെടുത്തി. ഒന്ന് ശരിയായിട്ടുള്ള CB എൻട്രി, 2 തെറ്റായിട്ടുള്ള ഡേറ്റിലെ വേറൊരു CB. അപ്പോൾ ഇക്കാരണം കൊണ്ട് തന്നെ ടീച്ചർക്ക് ഈ CBയുടെ ഫണ്ട് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ CBയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ലോക്കാവുന്ന പോഷൻ ട്രാക്കറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇത്തരം ലോക്കുകൾ സംഭവിക്കാതിരിക്കാൻ കൃത്യമായി ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടി മനസ്സിലാക്കി കൃത്യസമയത്ത് പരിപാടികൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു.